ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ കന്നി 20 പെരുന്നാൾ സെപ്റ്റംബർ 25-ന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളിന് വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയുയർത്തും. കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പെരുന്നാൾ ആഘോഷങ്ങളെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 4 വരെ 10 ദിവസങ്ങളിലായാണ് കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ കന്നി 20 പെരുന്നാൾ ആചരിക്കുന്നത്. കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവായുടെ 339-ാം ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം. പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്ദ്യരായ മെത്രാപോലിത്തന്മാരുടെ സഹകാർമ്മികത്വത്തിലും പെരുന്നാൾ ആഘോഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്നും പള്ളി ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ പെരുന്നാളിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 25-ാം തീയതി മുതൽ സെപ്റ്റംബർ 30-ാം തീയതി വരെ വിശുദ്ധ അഞ്ചന്മേൽ കുർബാനയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ പെരുന്നാളിൻ്റെ പ്രധാന ദിനങ്ങളിൽ പരിശുദ്ധ സഭയിലെ പിതാക്കന്മാരാണ് വിശുദ്ധ ബലി അർപ്പിച്ച് അനുഗ്രഹിക്കുന്നത്. സെപ്റ്റംബർ 29-ാം തീയതി സർവമത സമ്മേളനം ക്രമീകരിച്ചിട്ടുണ്ട്. സർവമത സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ശിവഗിരി മഠാധിപതിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സാമുദായിക നേതാക്കളും ഈ വർഷത്തെ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുക. സെപ്റ്റംബർ 25-ന് രാവിലെ പ്രഭാത നമസ്കാരവും വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും വൈകിട്ട് ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ചരിത്ര പ്രസിദ്ധമായ കന്നി 20 പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയുയർത്തും. ഒക്ടോബർ 2, 3 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. പെരുന്നാളിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘങ്ങൾ ഈ വർഷം തീർത്ഥയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ ബാവായുടെ പെരുന്നാളിന് എത്തുന്നതിന് വേണ്ടി തീർത്ഥാടകർ ഒക്ടോബർ മാസം 2-ാം തീയതി കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിച്ചേരും. ഈ വർഷത്തെ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും അതോടൊപ്പം തന്നെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത അഭിവന്ദ്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും കൂടാതെ സഭയിലെ എല്ലാ തിരുമേനിമാരും റമ്പാന്മാരും കോറപ്പിസ്കോപ്പന്മാരും ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരുമെല്ലാം ഈ വർഷത്തെ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളിലും സംബന്ധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.